നിന്റെ കുടുംബത്തിന് ദോഷം ചെയ്യുന്നവർ, നിനക്ക് ദോഷം ചെയ്യുന്നവർ. പക്ഷെ ആരെന്ത് ദോഷം ചെയ്താലും അതൊന്നും നിനക്ക് ഫലിക്കുകയല്ല. കാരണം നിന്റെ കൂടെ ദൈവം ഉള്ളത് കൊണ്ട്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുപറയുന്നൊരു വചനമുണ്ട്: ഒരു ശക്തികൾക്കും ഞങ്ങളെ തൊഴാൻ കഴിയത്തില്ല, ഞങ്ങൾ ദൈവത്തിന്റെ കാവലിലും സൂക്ഷിപ്പിലും ആണ്. ദൈവത്തിന് സ്തോത്രം. 121 സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യം: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നമുക്ക് ദോഷം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. സ്തോത്രം. നിന്റെ കുടുംബത്തിന് ദോഷം ചെയ്യുന്നവർ, നിനക്ക് ദോഷം ചെയ്യുന്നവർ. പക്ഷെ ആരെന്ത് ദോഷം ചെയ്താലും അതൊന്നും നിനക്ക് ഫലിക്കുകയല്ല. കാരണം നിന്റെ കൂടെ ദൈവം ഉള്ളത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ യോസഫ് ഒരു കാര്യം പറയുന്നു: നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ എന്റെ ദൈവമോ ബഹുജനത്തിന് ജീവരക്ഷപ്പെടുത്തേണ്ടതിന് ആ ദോഷത്തെ ഗുണമാക്കി തന്നു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിലോ, രക്തബന്ധങ്ങളുടെ കൂട്ടത്തിലോ, ചുറ്റുപാടുകളുടെ കൂട്ടത്തിലോ, ജോലിസ്ഥലത്തോ നിനക്കൊരു എതിരാളി ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ഭാരപ്പെടണ്ട. ആര് നിനക്ക് ദോഷം ചെയ്താലും അതിനെ ഗുണമാക്കി തീർക്കുന്നത് സർവശക്തനായ ദൈവമാണ്. നമുക്ക് പറയാം: കർത്താവേ, സകല ദോഷത്തെയും ഗുണമാക്കി തീർക്കണമേ. ഇവിടെ വേദപുസ്തകത്തിൽ തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം കേട്ടെ: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ദോഷം ചെയ്യുന്നവരുടെ നടുവിൽ, ദോഷം പ്രവർത്തിക്കുന്നവരുടെ നടുവിൽ നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ കരത്തെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുകളിലത്തെ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. മനസ്സിലാക്കണം, ദൈവത്തിന്റെ വലിയ കാവലവിടെ കാണിക്കുകയാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നിനക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ദേഷ്യം വേണ്ട, വൈരാഗ്യം വേണ്ട. അവരെന്ത് ദോഷം ചെയ്താലും ആ ദോഷമൊന്നും നിനക്ക് ഭവിക്കത്തില്ല. മെലിത്തയിൽ പൗലോസ് കാലുകുത്തിയപ്പോൾ ഒരു രക്തയണലി പൗലോസിന്റെ കയ്യെ കയറി ഞാന്നു. ഇന്നലകളിൽ ആരെ ഈ പാമ്പ് കടിച്ചിട്ടുണ്ടോ അവരെല്ലാം മരിച്ചിട്ടുണ്ട്. എന്ന പൗലോസ് ആ പാമ്പിനെ കുടഞ്ഞു തീയിലേക്ക് ഇട്ടു. വേദപുസ്തക ചരിത്രം പറയുകയാണ്, ചാമി അന്ന് പാമ്പ് ചത്തൊടുങ്ങി. അപ്പം നിനക്ക് ദോഷം ചെയ്യാൻ എഴുന്നേറ്റ ദുഷ്ടശക്തികളെ നിന്റെ മുമ്പിൽ വെച്ച് ഇല്ലായ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ അദൃശ്യമായ കരമാണ്. നമുക്കൊന്നിച്ചു പറയാം: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ പരിപാലിക്കും. ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും തട്ടാതെ ദൈവം അവരെ പരിപാലിക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നാം ദൈവത്തിന്റെ പരിപാലനത്തിന് കീഴിലാണ്. ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല. ഗോഡ് ബ്ലസ് യു.